ധൗലി ശാന്തി സ്തൂപം ഒഡീഷയിലെ ഭുവനേശ്വറിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ അകലെ ദയാനദിയുടെ തീരത്തുള്ള ധൗലി കുന്നുകളിലാണ് പ്രശസ്തമായ ഈ ശാന്തി സ്തൂപം സ്ഥിതി ചെയ്യുന്നത്. ധൗലി കുന്നുകൾ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റത്തിന് സാക്ഷ്യം വഹിച്ച ഇടമാണ്. BC 261 അശോക ചക്രവർത്തി കലിംഗ രാജ്യം കീഴടക്കാൻ നടത്തിയ ഭീകരമായ യുദ്ധം നടന്നു. അത് ഈ ധൗലിയിൽ വെച്ചാണ്. ദയാനദിയിലെ വെള്ളം യുദ്ധത്തിൽ മരിച്ചവരുടെ രക്തം കൊണ്ട് ചുടുന്നു എന്ന് പറയപ്പെടുന്നു. യുദ്ധത്തിൽ നാശനഷ്ടങ്ങളും രക്തച്ചൊരിച്ചിലും കണ്ട് മനം നൊന്ത അശോകൻ യുദ്ധം ഉപേക്ഷിക്കുകയും ബുദ്ധമതം സ്വീകരിക്കുകയും ചെയ്തു. ചണ്ഡാശോകനിൽ നിന്നും ധർമാശോകനിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മാറ്റം നടന്നത് ഈ മണ്ണിൽ വച്ചാണ്. ഇപ്പോൾ കാണുന്ന ധൗലി ശാന്തി സ്തൂപം നിർമ്മിച്ചത് 1972 ജപ്പാനിലെ ബുദ്ധസംഘമായ നിപ്പോൺസൺ മ്യോഹാജി ഒഡീഷ സർക്കാരിൻ്റെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചത്. സമാധാനത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇത് പണി കഴിപ്പിച്ചത്. വെളുത്ത നിറത്തിലുള്ള ഈ സ്തൂപങ്ങൾ ബുദ്ധൻ്റെ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങൾ വിവരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ധൗലി കുന്നുകളുടെ ചുവട്ടിൽ അശോക ചക്രവർത്തിയുടെ പാറകളിൽ കുത്തിവെച്ച ശിലാശാസനകളുമുണ്ട്. സമാധാനത്തെയും ധർമ്മത്തെയും കുറിച്ചുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ രേഖകളിലൊന്നാണിത്. അതുപോലെ തന്നെ ധൗലിയിലെ പാറയിൽ കുത്തിയ ആന മൗര്യ കാലഘട്ടത്തിലെ കലയുടെ ഒരു ഉദാഹരണമായും കണക്കാക്കുന്നു. രാവിലെ 6 മുതൽ രാത്രി 8 വരെ ഇവിടെ നമുക്ക് സന്ദർശിക്കുവാൻ സാധിക്കുന്നതാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ഇവിടെ ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ നടക്കാറുണ്ട്. കലിംഗ യുദ്ധത്തിൻ്റെ ചരിത്രവും അശോകൻ്റെ മാറ്റവും ഈ ഷോയിൽ മനോഹരമായി വിവരിക്കുന്നു. ഇവിടെ പ്രത്യേകമായ വസ്ത്രധാരണ രീതി കർശനമാക്കിയിട്ടില്ലെങ്കിലും ഒരു പുണ്യസ്ഥലമായതിനാൽ മാന്യമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഉചിതം. നമുക്ക് ഇവിടേക്ക് ഭുവനേശ്വറിൽ നിന്നും ടാക്സിയോ അല്ലെങ്കിൽ ബസ് മുഖേനയോ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. ഏകദേശം 20 മിനിറ്റ് കൊണ്ട് ഇവിടേക്ക് സാധാരണ നമുക്ക് ഭുവനേശ്വറിൽ നിന്നും എത്തിപ്പെടാവുന്നതാണ്. നമുക്ക് പോകാം ധൗലി ശാന്തി സ്തൂപത്തിലേക്ക്. നന്ദി.